നമസ്കാരം, എല്ലാവർക്കും ഗുരുദക്ഷിണയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സുരേഷ്. ഇന്ന് ഒരു ചെറിയ കഥ, ആ കഥയുടെ പിന്നിലുള്ള ഒരു ഫിലോസഫി എന്നിവയെക്കുറിച്ച് പറയാനായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ IT ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പലതരത്തിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കാറുണ്ട്. ഒരുപക്ഷെ സാധാരണ ആളുകളെല്ലാം വിൻഡോസ് മാത്രമായിരിക്കും ഉപയോഗിക്കുന്നത്. അവർക്ക് ഇതിനെക്കുറിച്ച് അറിയണമെന്നില്ല. അതുകൊണ്ടാണ് ഈ ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറയാൻ കാരണം. അപ്പോൾ അങ്ങനെയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഒന്നാണ് ലിനക്സ്. ലിനക്സിൻ്റെ ഒരു വേരിയൻ്റാണ് ഉബുണ്ടു. ഈ ഉബുണ്ടു എന്ന പേര് കേട്ടപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും ഒരു കൗതുകം തോന്നി, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് വരാൻ കാരണമെന്ന്. അങ്ങനെ ഞാൻ അതിനെപ്പറ്റി ഗൂഗിളിൽ സെർച്ച് ചെയ്യുണ്ടായി. അപ്പോഴാണ് അതിന് പുറകിൽ ഒരു ഹൃദയസ്പർശിയായ കഥയുണ്ട് എന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇനി കഥയിലേക്ക് കടക്കാം. ഒരിക്കൽ അമേരിക്കയിലുള്ള ഒരു മനുഷ്യസ്നേഹി, അദ്ദേഹം ഒരു സോഷ്യൽ ബിഹേവിയറൽ ഗവേഷണത്തിന് വേണ്ടിയിട്ട്, അതായത് സാമൂഹികമായ ബന്ധങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ബിഹേവിയറിനെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് അദ്ദേഹം ആഫ്രിക്ക വിസിറ്റ് ചെയ്യുണ്ടായി. അപ്പോൾ ആഫ്രിക്കയിൽ അദ്ദേഹം വിസിറ്റ് ചെയ്തിട്ട് അദ്ദേഹം പല ചെറിയ ചെറിയ ഗവേഷണങ്ങൾ നടത്തുകയാണ്. ഗ്രൂപ്പായിട്ടുള്ള ആളുകളിലാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കെ ഇദ്ദേഹം ഒരു ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് കുട്ടികളെ കാണുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം തീരുമാനിക്കുകയാണ്, ഞാൻ ഇവരിലും ഈ സോഷ്യൽ ബിഹേവിയറൽ സ്റ്റഡി അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള അവരുടെ ഇടപെടലുകളെക്കുറിച്ച് എങ്ങനെ മനസ്സിലാക്കാം എന്ന് വിചാരിച്ച് അദ്ദേഹം ഒരു ചെറിയ എക്സ്പെരിമെൻറ്റ് ഡിവൈസ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഈ കുട്ടികളെ സമീപിച്ചിട്ട് നമുക്കൊരു കളി കളിക്കാം എന്ന് പറയുകയാണ്. അപ്പോൾ കുട്ടികൾ ശരി കളിയല്ലേ, എല്ലാവരും വളരെ ഇൻട്രസ്റ്റഡായിട്ട് വരികയാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഈ കളി ഇങ്ങനെയാണ്, അതായത് ഉദ്ദേശം 100 മീറ്റർ അകലെ ഒരു വലിയ ബാസ്ക്കറ്റുള്ളിൽ നിറയെ പഴങ്ങൾ വെച്ചിരിക്കുകയാണ്. 100 മീറ്റർ ഇപ്പുറം നിന്ന് അദ്ദേഹം വിസിൽ ബ്ലോ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഓടാം. ആ ബാസ്ക്കറ്റിൽ ആരാദ്യം തൊടുന്നു അവർക്ക് ആ പഴം മുഴുവൻ എടുക്കാം. ഇതാണ് ആ കളി. സാധാരണ ഓട്ട മത്സരം പോലെ, പക്ഷേ ഇവിടെ പഴങ്ങൾ ഗിഫ്റ്റായിട്ട് ഫസ്റ്റ് എത്തുന്ന ആൾക്ക് കിട്ടും. അപ്പോൾ ഇതാണ് റൂള്. കുട്ടികളെല്ലാവരും എഗ്രി ചെയ്തു. അങ്ങനെ അദ്ദേഹം വിസിൽ ബ്ലോ ചെയ്തു. വിസിൽ ബ്ലോ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിന് ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് അവിടെ കാണാൻ കഴിഞ്ഞത്. എന്തു പറ്റിയെന്ന് വെച്ചാൽ ആ കുട്ടികളെല്ലാവരും കൈകോർത്ത് ഒന്നിച്ച് ഓടാൻ തുടങ്ങി. അവരെല്ലാവരും ഒന്നിച്ചോടി ആ പഴക്കൊട്ടയുടെ ചുറ്റും വന്ന് നിന്ന് ഒന്നിച്ച് ആ പഴക്കൊട്ടയിൽ തൊടുകയുണ്ടായി. അതിനുശേഷം അതിലെ പഴമെല്ലാം എടുത്ത് അവരെല്ലാവരും വട്ടം കൂടിയിരുന്ന് വളരെ സന്തോഷത്തോടെ ഉല്ലസിച്ച് അത് കഴിക്കുകയുണ്ടായി. ഇത് കണ്ണു നിറഞ്ഞ ഈ മനുഷ്യസ്നേഹിയായ ഇംഗ്ലീഷുകാരൻ അവരോട് ചോദിക്കുകയുണ്ടായി, എന്തുകൊണ്ടാണ് നിങ്ങൾ ഓടി വന്ന് ഒറ്റയ്ക്കെടുത്ത് അത് ആ കൊട്ടയിലെ പഴങ്ങളെല്ലാം എൻജോയ് ചെയ്യാതെ നിങ്ങളെല്ലാവരും കൂടെ ഓടി വരാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുകയുണ്ടായി. അപ്പോൾ അതിന് കുട്ടികളെല്ലാവരും ഒരേ സ്വരത്തിൽ ഒരു മറുപടി പറഞ്ഞു, ഉബുണ്ടു. ഉബുണ്ടു എന്ന് വെച്ചാൽ ആഫ്രിക്കയിലുള്ള ഒരു പ്രത്യേക ഗ്രൂപ്പിലെ ആളുകൾ പിന്തുടർന്നു വരുന്ന ഒരു ഫിലോസഫിയാണ്, അല്ലെങ്കിൽ ഒരു ജീവിത മാർഗമാണത്. ഇപ്പോൾ നമുക്ക് ക്ലോസ് ആയിട്ട് റിലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഹിന്ദുയിസം ഈസ് എ വേ ഓഫ് ലൈഫ് എന്ന് പറയില്ലേ, അതുപോലെ ഒരു വേ ഓഫ് ലൈഫാണ് ഉബുണ്ടു. അതൊരു റിലീജിയനല്ല. അതിൻ്റെ പ്രിൻസിപ്പിൾസ് വളരെ രസകരമായ ഒരു കാര്യമുണ്ട്. ഐ ആം ഹിയർ ബിക്കോസ് വി ആർ ഹിയർ, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റി ഫോർ അതേഴ്സ്. ഇതാണ് അതിനുള്ള ഒരു ട്രാൻസ്ലേഷൻ, ഉബുണ്ടുവിനുള്ള ട്രാൻസ്ലേഷൻ. അതായത് ഞാൻ ഇവിടെ ഉള്ളത് നിങ്ങളുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാനിവിടെ ഉള്ളത് മറ്റെല്ലാ ജീവജാലങ്ങളും ഉള്ളത് കൊണ്ടാണ്. നമ്മൾക്ക് എല്ലാവർക്കും ചില സോഷ്യൽ റെസ്പോൺസിബിലിറ്റികളുണ്ട് എന്നുള്ളതാണ് ഉബുണ്ടുവിൻ്റെ ഫിലോസഫിയുടെ കോർണർ സ്റ്റോൺ. ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മളിപ്പോൾ ഒരു എക്സാമ്പിളിന് തേനീച്ചകൾ, നമ്മൾ ഉണ്ടാക്കുന്ന ക്രോപ്പുകൾ, അതായത് വിളകളുടെ 30% വിളകൾക്കും പോളിനേഷൻ അല്ലെങ്കിൽ പരാഗണം നടക്കുന്നതിനുള്ള കാരണം ആകുന്നത് ഈ തേനീച്ചകളാണ്. ഒരു ദിവസം നമ്മൾ തേനീച്ചകളെ ഇല്ലാതാക്കിയാൽ നമ്മളെല്ലാവരും പട്ടിണി കിടക്കേണ്ടി വരും. അതുപോലെ തന്നെ സദ്ഗുരു പറഞ്ഞൊരു കാര്യം ഇപ്പോൾ ഓർമ്മ വരികയാണ്. അതായത്
നമ്മുടെ ലങ്സിൻ്റെ പകുതി മാത്രമേ ഇവിടെ ഉള്ളൂ, ബാക്കി പകുതി മരത്തിൻ്റെ ചില്ലകളിൽ തൂങ്ങിക്കിടക്കുകയാണെന്ന്. അതുപോലെ നമ്മൾ എല്ലാ ജീവജാലങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ. അപ്പോൾ നമുക്ക് ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എല്ലാ ജീവജാലങ്ങളോടും, മരങ്ങളോടും, സസ്യങ്ങളോടും, ബാക്കി എല്ലാ എന്തൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണോ അതിനോടൊക്കെ നമുക്കൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ പെരുമാറണം എന്നാണ് ഉബുണ്ടു നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതിൽ പറഞ്ഞതിൽ ഒരു എക്സെപ്ഷൻ എന്താണെന്ന് വെച്ചാൽ, നാളെ ഭൂമുഖത്ത് മനുഷ്യരില്ലെങ്കിൽ ഈ എർത്ത് ഇനിയും ഫ്ലറിഷ് ആവും. മറ്റുള്ള ജീവജാലങ്ങളെ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. മറ്റുള്ള ഏത് ജീവജാലങ്ങൾ ഇവിടെ നിന്ന് ഇല്ലാതായാലും അത് നമ്മുടെ എക്കോസിസ്റ്റത്തെ ബാധിക്കുന്നതായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ കഥ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.